ഇതിൻ്റെ അതേ സാധനം എനിക്ക് തോന്നുന്നു കോളാന്ന് മറ്റുമാണ് ഇതിൻ്റെ കളർ വരുന്നത്. സെയിം സാധനം ഡാസ്ലർ യൂസ് ചെയ്യുന്നവർക്കറിയാം, അതിൻ്റെ സെയിം സാധനമാണിത്. ഓക്കെ, ബ്രൗൺ ഷെയ്ഡ് ഇതുണ്ടോ, രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് പുറത്ത് കുറച്ച് ലൈറ്റ് ആയിരിക്കും, പക്ഷെ അകത്ത് നല്ല ഡാർക്ക് ആയിരിക്കും കേട്ടോ. എനിക്ക് മനസ്സിലാവില്ലെങ്കിൽ കാണിച്ചു തരാം. ഇതുണ്ടോ, ഡാസ്ലറിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് എന്നൊന്നും പറയാനില്ല, ഒരേ കളറാണ്, ഭയങ്കര സെയിമാണ്. ഇപ്പോൾ ഡാസ്ലറിൻ്റെ 200 രൂപയാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്പിൽ നിന്നാണ് കേട്ടോ. ഫ്ലിപ്പിൽ നിന്ന് 170 എത്രയോ രൂപയ്ക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള സാധനമാണ്. അന്ന് ആഗ്രഹം മുത്ത് കുറേ പേരുടെ റിവ്യൂ കണ്ട് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെയാണ് ഈ സാധനം എൻ്റെ കയ്യിലാണത്. അപ്പോൾ എന്താണ് അവസാനത്തെ സാധനം, ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക്കാണിത്. അതുകൊണ്ട് ഞാനിത് തീരാനായി, പക്ഷെ ഞാനത് കളയുന്നില്ല. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. അതായത് ഇതിൻ്റെ പേര് വുഡ് റോസ് എന്നാണ്. ഞാൻ ആകെ ഓർത്ത് വെക്കുന്നൊരു ഷെയ്ഡാണ് വുഡ് റോസ്. ഈ താഴേക്ക് അയച്ച് വുഡ് റോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. അങ്ങനെ എന്താ പറയുക, നമുക്ക് എനിക്ക് തോന്നുന്നു ഡാർക്ക് സ്കിന്നേഴ്സിനൊക്കെ ഇതുണ്ടോ, ഈ ഒരു ഷെയ്ഡ് ഉണ്ടോ ഉണ്ട്. ഇതും ഇതിനായിട്ട് അവിടെ മനസ്സിലാവാത്തതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഡാർക്ക് സ്കിന്നേഴ്സിനൊക്കെ എന്താ പറയുക, റോസ് കളറൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് കളർ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കിയാണ് ലിപ്സ്റ്റിക്കിൽ. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ലിപ്സ്റ്റിക്കായിട്ട് എനിക്ക് തോന്നിയ സാധനമാണ് ഈ ഡാസ്ലറിൻ്റെ എന്താ വുഡ് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഞാൻ ഫസ്റ്റ് വാങ്ങിയതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ഷെയ്ഡ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലിപ്സ്റ്റിക്ക് കളക്ഷൻസ്. പക്ഷെ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനെ വാങ്ങി വെക്കുമ്പം ഒരു സുഖം അല്ലേ, ഇത്ര ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു സുഖം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.